എന്നാ ഉണ്ട് രാജു, ഇന്ന് കച്ചവടം എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട എന്റെ രവി, നേരെ ഇത്രയായിട്ടും കൈനീട്ടം പോലും പറ്റിയിട്ടില്ല. അതന്നാ, നിനക്ക് അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നതാണല്ലോ. അതെല്ലാം കഴിഞ്ഞു. സർക്കാർ ലോട്ടറി ടിക്കറ്റിന്റെ വിലയും കൂട്ടി, സമ്മാനം വെട്ടിക്കുറച്ചതോടെ നമ്മുടെ കാര്യം ദുരിതത്തിലായി. പഴയതിന്റെ പകുതി കച്ചവടം പോലും ഇപ്പൊ ഇല്ലെന്നേ. ഓ, ഇപ്പൊ 50 രൂപയാണ് ടിക്കറ്റ് വില അല്ലേ? അതെ, നേരത്തെ 40 ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഈ 2200 സമ്മാനം നിർത്തലാക്കുകയും ചെയ്തു. ഈ സാധാരണക്കാരും തൊഴിലാളികളും ആണല്ലോ സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. ഇതന്നെ ലോട്ടറി വകുപ്പ് ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? കൂടുതൽ ലാഭത്തിന് വേണ്ടി. ഈ കോവിഡ് വന്നേ പിന്നെ ഉള്ള പണിയും പോയി, കടവും കയറിയപ്പോഴാ ടിക്കറ്റ് കച്ചവടത്തിന് ഇറങ്ങുന്നത്. ഒന്ന് പച്ച പിടിച്ച് വരുമായിരുന്നു, അപ്പോഴാ പുതിയ പരിഷ്കാരം. ഇതിപ്പോ ഇങ്ങനെ പോയാൽ വീട്ടുകാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാകത്തില്ലേ? ആകുമോന്നോ? ഉടനെ സ്കൂൾ തുറക്കാൻ പോവാ, കയ്യിലാണ് കാശുമില്ല. ഇപ്രാവശ്യം കാര്യങ്ങളൊക്കെ ചക്ക കുഴയുന്നതുപോലെ കുഴയും. മദ്യവും ലോട്ടറി ആണല്ലോ നമ്മുടെ സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത്. ടിക്കറ്റ് വിറ്റുപോയില്ലേ അവരും പ്രതിസന്ധിയിലാകുമല്ലോ. അതുകൊണ്ട് ഈ തീരുമാനം പുനഃപരിശോധിക്കുമായിരിക്കും. പരിശോധിച്ചാൽ കൊള്ളാം. എൻ്റെ പൊന്ന് രവി, കഷ്ടപ്പെട്ടാലും ജീവിക്കാൻ പറ്റത്തില്ല, പിന്നെ എന്നാ ചെയ്യും?